അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അഥവാ സുബ്ഹ് നമസ്കാരത്തിന് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവും 3 തവണ ചൊല്ലിയിരുന്ന ആഫിയത്തിനെ ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ, അല്ലാഹുവേ, ആഫിനി, നീ എനിക്ക് സൗഖ്യം നൽകണമേ, ഫി ബദനി, എൻ്റെ ശരീരത്തിൽ, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, എൻ്റെ കേൾവിയിൽ നീ എനിക്ക് സൗഖ്യം നൽകണമേ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, എൻ്റെ കാഴ്ചയിൽ നീ എനിക്ക് സൗഖ്യം നൽകണമേ, ലാ ഇലാഹ ഇല്ല അൻത്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളും ഇല്ല തന്നെ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, തീർച്ചയായും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്, മിനൽ കുഫ്രി, സത്യനിഷേധത്തിൽ നിന്ന്, വൽ ഫഖരി, ദാരിദ്ര്യത്തിൽ നിന്ന്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, നിശ്ചയമായും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ അദാബിൽ ഖബരി, ഖബർ ശിക്ഷയിൽ നിന്ന്, ലാ ഇലാഹ ഇല്ല അൻത്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളും ഇല്ല തന്നെ. വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥന. ജീവിതത്തിൽ യഖീൻ കഴിഞ്ഞാൽ, ദൃഢവിശ്വാസം കഴിഞ്ഞാൽ, ഒരടിമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അത് ആഫിയത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പ്രത്യേകം ആഫിയത്തിനെ ചോദിക്കണമെന്നും നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം, സൗഖ്യത്തെ ചോദിക്കണം. കാരണം ഒരാൾക്ക് തൻ്റെ ശരീരത്തിൽ സൗഖ്യം ലഭിക്കുമ്പോഴാണ്, രോഗങ്ങളില്ലാത്ത ആരോഗ്യകരമായ ഒരവസ്ഥയുണ്ടാകുമ്പോഴാണ് അയാൾക്ക് ശരിയായ രീതിയിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അയാളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ, സംതൃപ്തിയോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആഫിയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാധാന്യം നൽകുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു പ്രാർത്ഥനയിലല്ല, കഴിഞ്ഞ പ്രാർത്ഥനയിലുമൊക്കെ ആഫിയത്തിനെ ചോദിക്കുന്ന ഭാഗങ്ങൾ, പ്രാർത്ഥനകൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്രയും പ്രാധാന്യം പ്രഭാതത്തിലും പ്രദോഷത്തിലും ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്ന തേട്ടങ്ങളിൽ, പ്രാർത്ഥനകളിൽ ആഫിയത്ത് നിറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒന്നാമതായി നമ്മൾ ചോദിക്കുന്നത് അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുവേ, എൻ്റെ ശരീരത്തിൽ ആഫിയത്ത് നൽകണേ. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ ആഫിയത്തുണ്ട്, അതുപോലെ തന്നെ കുടുംബത്തിൽ ആഫിയത്തുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിൽ ആഫിയത്തുണ്ട്. ശരീരത്തിൽ ആഫിയത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അത്തരം ദുരന്തങ്ങളിൽ എത്തിച്ചേരാതിരിക്കാനുള്ള തേട്ടമാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മൾ നടത്തുന്നത്. ഒരുപാട് വ്യത്യസ്ത രോഗങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും അതെന്നെ ബാധിക്കുമോ, എന്നെ പിടികൂടുമോ എന്ന പേടിയാണ്, ബേജാറാണ് പലപ്പോഴും നമ്മുടെ മനസ്സുകളിലൊക്കെ ഉള്ളത്. അവിടെ വളരെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടുകൂടെ
എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അള്ളാഹുവേ എൻ്റെ ശരീരത്തിന് സൗഖ്യം നൽകണേ റബ്ബേ. ശരീരത്തിന് മാത്രം പോല, ശരീരത്തെ കോമണായി പറഞ്ഞിട്ട് വീണ്ടും പ്രത്യേകിച്ച് അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, എൻ്റെ കേൾവിക്ക് സൗഖ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, എൻ്റെ കാഴ്ചക്ക് സൗഖ്യം നൽകണേ. എൻ്റെ കാഴ്ച അത് കുറഞ്ഞു പോകുന്ന, എൻ്റെ കാഴ്ച അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. എൻ്റെ കേൾവിക്ക് എന്തെങ്കിലും പ്രയാസമോ അതല്ലെങ്കിൽ തകരാറുകളോ ബാധിക്കുന്ന അവസ്ഥയുണ്ടാകരുത് റബ്ബേ. അതെല്ലാം വളരെ കൃത്യമായി വ്യക്തതയോടുകൂടെ നിൽക്കുന്ന സാഹചര്യം നിലനിർത്തി തരണമേ. അതിനുശേഷം അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ലാ ഇലാഹ ഇല്ല അൻത്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളും ഇല്ല തന്നെ. അല്ല മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂ. അള്ളാഹുവെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നീയല്ലാതെ ആരാധനക്കർഹനായി ഒരാളും തന്നെ ഇല്ല എന്ന കലിമത്തു തൗഹീദിൻ്റെ, കലിമത്തു ഷഹാദത്തിൻ്റെ വാചകം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എന്തിൽ നിന്ന്? മിനൽ കുഫിരി, കുഫറിൽ നിന്ന്, സത്യനിഷേധത്തിൽ നിന്ന്. ഈമാനിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, ഈമാനിൽ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഈമാനിലായി മരണപ്പെടാനാണ് നമ്മളൊക്കെ കൊതിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായും കുഫറിലേക്കെത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മൾ കാണുന്നയിടം, നമ്മൾ കേൾക്കുന്നയിടം, നമ്മുടെ ചുറ്റുപാടുകളിൽ കുഫറുകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ, പല രൂപത്തിൽ. അത്തരം കുഫറിൽ നമ്മൾ അകപ്പെട്ടു പോകുക എന്നുള്ളത് പലപ്പോഴും സാധ്യതയേറെയുള്ള ഒരവസ്ഥയാണ്. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ കുഫറിൻ്റേതായ എല്ലാ കാര്യങ്ങളും വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഞാൻ പെട്ടുപോവുകയില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. കുഫറിൽ പെട്ടുപോകാനുള്ള കാരണങ്ങൾ ഇസ്ലാം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച കാരണങ്ങൾ, ആ കാരണങ്ങൾ എന്തെന്നറിയുകയും മനസ്സിലാക്കുകയും അതെൻ്റെ ജീവിതത്തിലില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളായ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. പലപ്പോഴും പല ആളുകളും ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്ന പല കാര്യങ്ങളെയും പുച്ഛിക്കുന്ന, അതല്ലെങ്കിൽ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, ദീനിൻ്റെ അടിസ്ഥാനങ്ങളെപ്പോലും കളിയാക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതെല്ലാം ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുപോകുന്ന, കുഫറിലേക്ക് നമ്മളെ എത്തിക്കുന്ന കാര്യങ്ങളിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രമാണങ്ങൾ വെച്ച് നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ എന്തെല്ലാം കുഫറിലെത്താനുള്ള കാരണങ്ങളെ ഇസ്ലാം എണ്ണിയിട്ടുണ്ടോ അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി കുഫറിൽ ഞാൻ എത്തുകയില്ല, കുഫറിൻ്റെ ഒരു വാചകവും ഒരു സംസാരവും എൻ്റെ നാവിൽ നിന്ന് കടന്നു വരികയില്ല എന്ന് തീരുമാനിക്കാൻ, അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്ന് തീരുമാനമെടുക്കാനും ജാഗ്രത പാലിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ പ്രഭാത പ്രദോഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫർ, അല്ലാഹുവേ കുഫറിൽ പെട്ടുപോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം ചോദിക്കുകയാണ്. വൽ ഫഖർ, കുഫർ മാത്രമല്ല ദാരിദ്ര്യം. ആരും ആഗ്രഹിക്കുന്നില്ല ദാരിദ്ര്യത്തിൻ്റെ നാളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന്. എപ്പോഴും ഐശ്വര്യവും ധന്യതയും നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഫഖറിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ ശരണം ചോദിക്കുകയാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഏറ്റവും അവസാനം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന്. ഞാൻ ഒറ്റക്കാകുന്ന വീട്, ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരും കുടുംബക്കാരുമെല്ലാം അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഒറ്റക്ക് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ കിടക്കേണ്ട ഇടമാണല്ലോ ഖബർ. ആ ഖബറിൽ എനിക്ക് സമാധാനം ഉണ്ടാകണം, അവിടെ എനിക്കെൻ്റെ സൽക്കർമ്മങ്ങൾ കൂട്ടിനുണ്ടാകണം. ആ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ദുരന്തം ഒരിക്കലും ആലോചിക്കാൻ കഴിയില്ല. അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് എനിക്ക് നീ രക്ഷ നൽകണമേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി, ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു.
ലാ ഇലാഹ ഇല്ല അൻത്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളും ഇല്ല തന്നെ. ഈ പ്രാർത്ഥന പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇൻഷാ അല്ലാഹ് നമ്മൾ 3 തവണ മനസ്സറിഞ്ഞ് അർത്ഥം ഉൾക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.